കൊച്ചി കാരുണ്യ സംഘവേദിയുടെ ആഭിമുഖ്യത്തിൽ മുണ്ടമ്പേലി സാന്തോം ആനിമേഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് ദിനാചരണം കൊച്ചി മേയർ അഡ്വക്കേറ്റ് വി.കെ. മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ സംഘവേദി പ്രസിഡന്റ് പി.ടി. ബോണിഫസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി മുഖ്യാതിഥിയായി എത്തി. കൊച്ചി കാരുണ്യ സംഘവേദിയുടെ ആഭിമുഖ്യത്തിൽ മുണ്ടമ്പേലി സാന്തോം ആനിമേഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് ദിനാചരണം കൊച്ചി മേയർ അഡ്വക്കേറ്റ് വി.കെ. മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കൊക്കെ എല്ലാ മാസവും ഇവിടെ നിന്ന് ഒരു സഹായം കൊടുക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ഇന്ന് ആരോഗ്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ നമുക്ക് എണീക്കാൻ സാധിക്കുമോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ് ജനനവും മരണവും. അപ്പോൾ മരണത്തെക്കാൾ ഉപരിയാണ് ഇങ്ങനെ തളർന്ന് കിടക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ആ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന രോഗികൾക്കൊക്കെ ഒരു താങ്ങാവാൻ നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ സമയങ്ങൾ, ഇപ്പോൾ പ്രദീപ് ചെയ്തതുപോലെ നല്ല പാട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരെ ചിരിപ്പിക്കാൻ, അവരെ നിരാശയിലേക്ക് മാറിക്കാതെ അവരുടെ മനസ്സിന് ബലം കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പമുണ്ട് നാം എന്നൊരു കരുതൽ അവർക്ക് നൽകിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. നഗരസഭയുടെ പരിധിയിൽ വരുന്ന ഓരോ ഡിവിഷനിലും വിവിധ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് സാന്ത്വനവും സഹായവും നൽകുന്നതിന് കൊച്ചി നഗരസഭ പ്രത്യേക പരിഗണന നൽകുമെന്ന് മേയർ പറഞ്ഞു. കാരുണ്യ സംഘവേദി പ്രസിഡന്റ് പി.ടി. ബോണിഫസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ പാലിയേറ്റീവ് പരിചരണ പരിപാടി ആദ്യമായി ആരംഭിച്ചത് 1993 കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ വിവിധ രോഗങ്ങളുമായി അവശത അനുഭവിച്ച് അവിടെ എത്തിച്ചേരുന്ന ആ രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടി തുടങ്ങിവെച്ച ഒരു പ്രസ്ഥാനമാണ് പാലിയേറ്റീവ്. ചടങ്ങിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി മുഖ്യാതിഥിയായെത്തി. സ്റ്റാർ ഓഫ് ഇറ്റലി പുരസ്കാര ജേതാവ് ഡോക്ടർ തോമസ് മാളിയേക്കൽ പാലിയേറ്റീവ് ദിനസന്ദേശം നൽകി. ഡോക്ടർ പി.ബി. പ്രസാദ് പാലിയേറ്റീവ് പരിചരണ നിർദ്ദേശങ്ങളും നൽകി. മേജർ ആർ. രാജേഷ് ഭക്ഷ്യകിറ്റ് വിതരണ ഉദ്ഘാടനവും ടിനി തോമസ് കോച്ചേരി ഡയാലിസിസ് ഉപകരണ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കൗൺസിലർമാരായ ലിസി സുമി, സുമിത് ജോസഫ്, ജനറൽ സെക്രട്ടറി പി.ജി. ലോറൻസ്, ട്രഷറർ സെബാസ്റ്റ്യൻ ബർണാഡ്, വൈസ് പ്രസിഡന്റ് ടി.പി. സോഫിയ, പാലിയേറ്റീവ് കൺവീനർ ജോയ്സ് ആന്റണി, പ്രോഗ്രാം കോർഡിനേറ്റർ പി.പി. ജേക്കബ്, മേരി ലിസി, ആന്റണി പള്ളുരുത്തി, ടി.ജെ. ജെയിൻ, ലില്ലി ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സംഘടനയുടെ ഓരോ പ്രവർത്തകരും അവരുടെ കൈത്തിരി നാളവുമായി ഓരോ ദിശകളിലേക്കും അവരുടെ പ്രയാണം രോഗികളുടെ ഇടയിലേക്കും പീഡിതരുടെ ഇടയിലേക്കും നിന്ദിതരുടെ ഇടയിലേക്കും കടന്നു ചെന്നുകൊണ്ട് സാന്ത്വനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘടനയുടെ പ്രവർത്തനം നിങ്ങളുടെ ഓരോരുത്തരുടെയും കൃപയാലും സ്നേഹത്താലും ഇന്ന് വളർന്നു വന്നിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,